നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തിരുവാർപ്പ് പഞ്ചായത്ത് അംബേദ്കർ കോളനിയിലേക്കുള്ള റോഡ് കുത്തിപ്പൊളിച്ചിട്ട് അരവർഷത്തിലധികം. റോഡിൽ മണ്ണിറക്കി മൺകൂനകൾ തീർത്തിരിക്കുന്നു. 30 കുടുംബങ്ങൾക്ക് വഴിയില്ല. പാറ പോലെ അധികൃതർ. കോട്ടയത്ത് MC റോഡിൽ ലോറിക്ക് പിന്നിൽ പിക്കപ്പ് വാനിടിച്ച് അപകടം. കോഴിക്കോട് സ്വദേശി ആസാദ് മരിച്ചു. അപകടം ഇന്ന് പുലർച്ചെ. കുതിച്ചു പാഞ്ഞ സ്വർണ്ണവില. ഇന്ന് പവന് 90,320 രൂപ. ഒരു പവൻ കയ്യിൽ കിട്ടാൻ 1 ലക്ഷം രൂപ. വാഹനങ്ങളുടെ റീടെസ്റ്റ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധം. കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ച്. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ജീവനക്കാരുടെ മാർച്ചിൽ അണിനിരന്നത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ അംബേദ്കർ കോളനിയിലേക്കുള്ള വഴി അടഞ്ഞിട്ട് 7 മാസങ്ങൾ. കുഴപ്പമൊന്നുമില്ലാതിരുന്ന ടാറിംഗ് റോഡ് വെട്ടിപ്പൊളിക്കാൻ ആളുകൾ എത്തിയത് ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ വഴി മുടക്കാൻ കാരണമെന്ന് കോളനി നിവാസികൾ ആരോപിക്കുന്നു. വാഹനങ്ങൾ ഓടിയിരുന്ന റോഡിൽ ഇപ്പോൾ മുഴുവൻ മൺകൂനകളാണ്. അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നുമില്ല. കോട്ടയം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ അംബേദ്കർ കോളനിയിലേക്കുള്ള റോഡ് കുത്തിപ്പൊളിച്ചിട്ട് 7 മാസങ്ങൾ. 16-ാം വാർഡിലാണ് അംബേദ്കർ കോളനി. മുന്നറിയിപ്പില്ലാതെ റോഡ് കുത്തിപ്പൊളിച്ചത് പ്രദേശവാസികൾ ചോദ്യം ചെയ്തിരുന്നു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽപ്പെടുത്തി റോഡ് നവീകരിക്കുകയാണെന്നായിരുന്നു പ്രദേശവാസികളോട് മറുപടി നൽകിയത്. പിന്നീട് വാഹനത്തിൽ മണ്ണെത്തിച്ച് റോഡിൽ കൂനകളാക്കി ഇട്ടു. ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാൻ നടപടിയില്ല. 30 കുടുംബങ്ങൾക്ക് വഴിയില്ലാതായിരിക്കുകയാണ് ഇപ്പോൾ. പ്രായമായവർ ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. അമ്മമാര് വടിയും കുത്തി പിടിച്ചോണ്ട് വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ എങ്ങനെ നടക്കും? ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ്. ഞങ്ങൾ കരഞ്ഞോണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അവർ മനസാക്ഷിയില്ലാത്ത മനുഷ്യരായിപ്പോയി. അറിയാവോ, ഞങ്ങളോട് ഇത് ചെയ്യാമെന്ന് കണ്ടിട്ടല്ലേ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളെ പഞ്ചായത്തിൽ ചെന്ന് നമ്മളെ മെമ്പറിനോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അവരോടല്ലാതെ നമ്മൾ ആരോടാ കാര്യം പറയുന്നത്? പിന്നെ ഞങ്ങളുടെ ആമ്പിള്ളേരൊക്കെ അതും ഇതുമൊക്കെ പറഞ്ഞെന്നും പറഞ്ഞാണ് അവർ ഇട്ടുതല്ലി ഈ തരത്തിലാക്കി കളഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇനി എന്നാ ചെയ്യണം? ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകണം? ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളോട് പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായിട്ടില്ല. ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. 8 മാസം മുമ്പ് വരെ നല്ല രീതിയിൽ ഇരുന്ന റോഡായിരുന്നു ഇത്. 8 മാസം മുമ്പാണ് റോഡ് വന്ന് പൊളിച്ച് പുതിയ ടാർ ചെയ്യാനെന്നും പറഞ്ഞ് പുതിയ JCB കൊണ്ടുവന്ന് പൊളിച്ച് മാറ്റിയത്. പിന്നീട് കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുപോയി കുത്തി സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാക്കി തന്നു. അതുപോലെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണിപ്പം. ഒരുപാട് സ്ഥലങ്ങൾ പോയി പരാതി പറഞ്ഞായിരുന്നു, പക്ഷേ ആരും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. കോളനി നിവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ തിരുവാർപ്പ് പഞ്ചായത്തോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ തയ്യാറാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആ നാട്ടുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നിലവിലുണ്ടായിരുന്ന സഞ്ചാരയോഗ്യമായ റോഡ് എന്തിനു വേണ്ടിയാണ് തകർത്തത്? ഇതിന് പക്ഷേ 5 ലക്ഷം രൂപ അതിനകത്ത് അനുവദിച്ച് അതിനുള്ള വല്ല അഴിമതിയാണോ അതിൻ്റെ ലക്ഷ്യമെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഇന്നിപ്പോൾ അവിടെ രോഗികൾ ആശുപത്രിയിൽ പോകണമെങ്കിൽ അവരെടുത്തുകൊണ്ട് പോകേണ്ട സാഹചര്യമാണ്. പാവപ്പെട്ട ഗർഭിണികൾ അവരെയൊക്കെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. വളരെ വലിയ ദുരന്തം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അവിടെ വെള്ളം കയറുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ശ്രമിക്കണം. അല്ലാത്ത പക്ഷം തൃണമൂൽ കോൺഗ്രസ് ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ട് വരുമെന്ന് മാത്രമേ ഈ അവസരം സൂചിപ്പിക്കാനുള്ളൂ. പ്രശ്നപരിഹാരം തേടി പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ പിക്കപ്പ് വാൻ ഇടിച്ച് യുവാവ് മരിച്ചു. MC റോഡിൽ SH മൗണ്ടിലാണ് അപകടം. പിക്കപ്പ് വാനിലെ ജീവനക്കാരനായ കോഴിക്കോട് സ്വദേശി ആസാദാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 6:30യോടെയായിരുന്നു അപകടം. സ്വർണ്ണവില പവന് 90,000 രൂപ പിന്നിട്ടു. 90,320 രൂപയ്ക്കാണ് ഇന്ന് വിൽപ്പന നടന്നത്. ഒരു പവൻ സ്വർണം കയ്യിൽ കെട്ടാൻ 1 ലക്ഷത്തിലധികം രൂപ നൽകണം. സംസ്ഥാനത്ത് സ്വർണത്തിന് ചരിത്രവില 90,000 രൂപ പിന്നിട്ട് 90,320 രൂപയ്ക്കാണ് ഇന്ന് രാവിലെ വിൽപ്പന നടന്നത്. ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 11,290 രൂപയും പവന് 840 രൂപ വർദ്ധിച്ച് 90,320 രൂപയുമായി. കഴിഞ്ഞ വർഷം ഇതേ ദിവസം പവന് 56,800 രൂപയായിരുന്നു. ഒരു വർഷം കൊണ്ട് പവന് 33,520 രൂപ കൂടി. കഴിഞ്ഞ മാസം 9-നാണ് സ്വർണ്ണവില പവന് 80,000 രൂപ കടന്നത്. 29 ദിവസം
ദിവസം കൊണ്ട് 10,320 രൂപയാണ് വർദ്ധിച്ചത്. അന്താരാഷ്ട്ര സ്വർണ്ണവില $4,000 മറികടന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി 5%. 3% GSTയും ഹാൾമാർക്കിംഗ് ചാർജും ചേർത്താൽ 1,236,000 രൂപ നൽകണം ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ. 1979 ശേഷം സ്വർണ്ണവിലയിൽ ഏറ്റവും വലിയ വർധനയുണ്ടായ വർഷമാണ് 2025. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാഹനങ്ങളുടെ റീടെസ്റ്റ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചതിനെതിരെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചിൽ 1000-ലധികം വർക്ക്ഷോപ്പ് അനുബന്ധ മേഖലകളിലെ തൊഴിലാളികൾ പങ്കെടുത്തു. കേരളത്തിലെ 15 വർഷം പഴക്കമുള്ള ടാക്സി വാഹനങ്ങൾക്കും 20 വർഷം പഴക്കമുള്ള പ്രൈവറ്റ് വാഹനങ്ങൾക്കും റീടെസ്റ്റ് ഫീസ് 10 മുതൽ 15% വരെ കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്നതിൽ പ്രതിഷേധം വ്യാപകം. ലക്ഷക്കണക്കിന് വർക്ക്ഷോപ്പ് ജീവനക്കാരെയും അനുബന്ധ തൊഴിൽ മേഖലയും ഗുരുതരമായി ബാധിക്കുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് നിരക്ക് വർധനയിൽ കുറവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റുകളിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ചിന്റെ ഉദ്ഘാടനം AAWK ജില്ലാ പ്രസിഡന്റ് AR രാജൻ നിർവഹിച്ചു. തുടർന്ന് കളക്ടറേറ്റ് പടികൾ നടന്ന ധർണയുടെ ഉദ്ഘാടനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ നിർവഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PL ജോസ്മോൻ വിശദീകരണം നടത്തി. ജില്ലാ ട്രഷറർ PG ഗിരീഷ്, യൂസ്ഡ് കാർ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KA പ്രസാദ്, ഓട്ടോ പാർട്സ് ഡീലേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജോൺ ഡേവിസ്, വൈസ് പ്രസിഡന്റ് ഷിഫാസ് K ഇസ്മയിൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KN സതീശൻ, രാജേഷ് R, TM ഷാജഹാൻ, KS സിയാദ്, KN ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കളക്ടർക്ക് നിവേദനവും നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ കലോത്സവം നടന്നു. കുട്ടികളുടെ പങ്കാളിത്തം കലോത്സവത്തിൽ നന്നേ കുറവായിരുന്നു. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നടന്നു. കുട്ടികളിലെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് സ്കൂൾ കലോത്സവങ്ങൾ നടക്കുന്നത്. സ്കൂൾ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അൻസുദ്ദീൻ അഹമ്മദ് അധ്യക്ഷനായി. ശ്രീലത സന്തോഷ്, നിയാസ് MH തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം തുടങ്ങിയ ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ MSME ക്ലിനിക്ക് നടന്നു. ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അഭിവൃദ്ധി ലക്ഷ്യം വെച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതികൾ ആവിഷ്കരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാണെന്ന് അധികൃതർ പറയുന്നു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന MSME ക്ലിനിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി സമഗ്രമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ MSMEകളുടെ പ്രവർത്തനപരവും നിയന്ത്രണപരവും സാമ്പത്തികപരവുമായ അവസ്ഥ മെച്ചപ്പെടുത്തുക, സംരംഭകർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നിവയാണ് ക്ലിനിക്കിലൂടെ ലക്ഷ്യമിടുന്നത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യം വെച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതികൾ ആവിഷ്കരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് ബ്ലോക്ക് പ്രസിഡന്റ് അജിത രതീഷ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥിരം സമിതി ചെയർമാൻ TJ മോഹനൻ, ജില്ലാ വ്യവസായ ഓഫീസർ രാകേഷ് VR, BDO സജീഷ് S, താലൂക്ക് വ്യവസായ ഓഫീസർ KK ഫൈസൽ, GST ഓഫീസർ അൻസാർ PA, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ തെരസ്ലിൻ ലൂയിസ്, അമ്പളി ഭാസ്കർ തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വാഴൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന PT തോമസ് പൂനാട്ടിന്റെ 5ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ചാമമ്പതാലിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് P സതീഷ് ചന്ദ്രൻ നായർ, ജോസ് K ചെറിയാൻ, പ്രസാദ് മറ്റത്തിൽ, TH ഉമ്മർ, അഭിലാഷ് S, KK നാസർ തുടങ്ങിയവർ അനുസ്മരിച്ചു. INTUC യൂണിയൻ ഭാരവാഹികളായ യൂസഫ്, റഷീദ്, സുഗു, രാജൻ, റജി, ജോയി, ഷാജി, ജോയി തോണക്കര, അജ്മൽ, ജോസ് എന്നിവർ നേതൃത്വം നൽകി. കാഞ്ഞിരപ്പള്ളി യങ് മെൻസ് അസോസിയേഷൻ താലൂക്കിലെ മികച്ച ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ അവാർഡുകൾക്കായി തെരഞ്ഞെടുത്തു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെയാണ് അവാർഡുകൾക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത്.
മുൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന വിമല ജോസഫിന്റെ സ്മരണാർത്ഥം കാഞ്ഞിരപ്പള്ളി യങ് മെൻസ് അസോസിയേഷൻ താലൂക്കിലെ മികച്ച ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്കായി ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗമായി എലിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം മാത്യൂസ് പെരുമനങ്ങാട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും മികച്ച വനിതാ ഗ്രാമപഞ്ചായത്ത് അംഗം കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ റാണി ടോമിയാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായി മണ്ണാറക്കയം ഡിവിഷൻ അംഗം ജോളി മടുക്കക്കുഴി, ചോറ്റി ഡിവിഷൻ അംഗം സാജൻ കുന്നത്ത് എന്നിവരെയും തെരഞ്ഞെടുത്തു. പ്രവർത്തന മികവിനുള്ള പ്രത്യേക പുരസ്കാരങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു പത്യാല, ബിജു ചക്കാല, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അംഗം CV അനിൽകുമാർ, എരുമേലി ഗ്രാമപഞ്ചായത്ത് അംഗം MS സതീഷ്, പാറത്തോട് ഗ്രാമപഞ്ചായത്ത് അംഗം ജോണിക്കുട്ടി മഠത്തിനകം, മണിമല ഗ്രാമപഞ്ചായത്ത് അംഗം PJ ജോസഫ് കുഞ്ഞ് എന്നിവരെ തെരഞ്ഞെടുത്തതായും കാഞ്ഞിരപ്പള്ളി യങ് മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ 9 പഞ്ചായത്തുകളിൽ നിന്നുമുള്ള ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗമായ ശ്രീ മാത്യൂസ് പെരുമനങ്ങാട്ടാണ്. അതോടൊപ്പം ഏറ്റവും മികച്ച വനിതാ ഗ്രാമപഞ്ചായത്ത് അംഗമായി കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ റാണി ടോമിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, അത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക്, വാഴൂർ ബ്ലോക്കിലെ ഏതാനും ഡിവിഷനുകൾ, പള്ളിക്കത്തോട് ബ്ലോക്കിലെ ഒരു ഡിവിഷൻ, ഇവ ഉൾപ്പെടുന്നതാണ് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ പട്ടികയിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളിൽ നിന്നും മികച്ച 2 പേര്, ഏതാണ്ട് തത്തുല്യ നിലയിൽ പ്രവർത്തനം കാഴ്ചവെച്ച 2 പേരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് സമിതി. അത് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ജോളി മടുക്കുഴിയും മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സാജൻ കുന്നത്തുമാണ്. ഭാരവാഹികളായ ജെയിംസ് പള്ളിവാതുക്കൽ, മാർട്ടിൻ മാത്യു, മാത്തച്ചൻ വെള്ളാത്തോട്ടം, ഷമീർ ഖാൻ കല്ലുങ്കൽ, കൊച്ചുമോൻ ഉട്ടിക്കൽ, സെബാൻ കടപ്ലാക്കൽ, മാത്തുക്കുട്ടി മടക്കുകുഴി, VM താജുദ്ദീൻ, ജിജി ചേന്നാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പാമ്പാടിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ നാടകം അരങ്ങേറി. പാമ്പാടി ജനമൈത്രി പോലീസാണ് നേതൃത്വം നൽകിയത്. വിവിധ തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യക്തിയെയും സമൂഹത്തെയും സാരമായി ബാധിച്ചു തുടങ്ങിയ ഇക്കാലഘട്ടത്തിൽ ഇതിനെതിരായ സാമൂഹിക അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കേരള ജനമൈത്രി പോലീസ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ നാടകം അരങ്ങിലെത്തിച്ചു. പാമ്പാടി KG കോളേജിലെ നാഷണൽ കേഡറ്റ് കോർ, ആന്റി നാർക്കോട്ടിക് സെൽ, ഫിലിം ആൻഡ് ഡ്രാമ ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഒരു മദ്യപാനിയുടെ ആത്മകഥ എന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ നാടകം പാമ്പാടി KG കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയത്. പ്ലാക്കാട്ടൂർ MGM NSS ഹയർ സെക്കൻഡറി സ്കൂൾ, പാമ്പാടി MGM ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ നാടകം ആസ്വദിച്ചു. പ്രൊഫസർ മിനി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കാഞ്ഞിരപ്പള്ളി DYSP സാജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് യുവാക്കളാണ് നമ്മുടെ ഭാവിയിലെ ശക്തി എന്ന് നമുക്കറിയാം. ഈ യുവാക്കളെ നശിപ്പിക്കുന്നതോടെ ഭാവിയിൽ ഒരു മോശം തലമുറ അല്ലെങ്കിൽ ചിന്താശേഷിയില്ലാത്ത തലമുറയെ വാർത്തെടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയെ തന്നെ ക്ഷയിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇതിലൂടെ നമ്മൾ കാണേണ്ടത്. അസോസിയേറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് റിനീഷ് ജോസഫ്, ആന്റി നാർക്കോട്ടിക് സെൽ കൺവീനർ അബു ജോസഫ് C, ഫിലിം ആൻഡ് ഡ്രാമ ക്ലബ്ബ് കൺവീനർ അനൂപ് KR, പാമ്പാടി പോലീസ് സ്റ്റേഷൻ SI ഉദയകുമാർ PB, യൂണിയൻ ചെയർപേഴ്സൺ ഷിഫാന S, ASI ആൻഡ് CRO നവാസ് KA, ഫേബ അച്ചു ആൻഡ്രൂസ്, ജസ്ന ജയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. തകർന്നുപോയ പാലാ നഗരസഭയിലെ സിന്തറ്റിക് ട്രാക്കിന്റെ പുനരുദ്ധാരണം വൈകുന്നു. 3 മാസം മുൻപ് പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടത്തിയെങ്കിലും പിന്നീടൊന്നും നടന്നില്ല. വെള്ളപ്പൊക്കവും അമിത ഉപയോഗവും മൂലം തകർന്ന പാലാ നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിന്റെ പുനരുദ്ധാരണം വൈകുന്നു. 3 മാസം മുമ്പ് നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നിരുന്നു. കായിക വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 7 കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുനരുദ്ധാരണ പദ്ധതിയിലുള്ളത്. നിലവിൽ തകർന്നു കിടക്കുന്ന സിന്തറ്റിക് നീക്കം ചെയ്ത ശേഷം പുതിയത് സ്ഥാപിക്കുകയാണ് പ്രധാന പണി. മഴ മാറിയാലുടൻ നിർമ്മാണം തുടങ്ങുമെന്നും നഗരസഭയുടെ നിർദ്ദേശപ്രകാരം മാറ്റിവെക്കുകയായിരുന്നെന്നുമാണ് നഗരസഭാ അധ്യക്ഷൻ തോമസ് പീറ്റർ പറയുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് ഉടൻ തന്നെ കനത്ത മഴയാണ് ദിവസങ്ങളിലുണ്ടായത്. മഴക്കാലത്ത് നിർമ്മാണം നടത്തിയാൽ സിന്തറ്റിക് ട്രാക്കിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് കാലപ്പഴക്കം ലഭിക്കില്ല. ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയാണ് നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലയിലെ വിവിധ സബ് ജില്ലാ സ്കൂൾ അത്ലറ്റിക് മീറ്റ് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നടന്നു വരുന്നുണ്ട്. അടുത്ത ആഴ്ച റവന്യൂ ജില്ലാ മീറ്റ് നടക്കാനിരിക്കുകയാണ്. 14, 15, 16 തീയതികളിലായി ജില്ലാ റവന്യൂ മീറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാത്ത സാഹചര്യത്തിൽ മേളകൾ പാലായിലെ സ്റ്റേഡിയത്തിൽ തന്നെ നടത്തുവാൻ സാധിക്കും. തകർന്ന ട്രാക്കിൽ നടത്തേണ്ടി വരുമെന്ന് മാത്രം. തകർന്ന ട്രാക്കിൽ മേളകൾ നടക്കുന്നതിനാൽ കുട്ടികളും ഏറെ വിഷമിക്കുമെന്ന് പരിശീലകർ പറയുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ച് ഈ 100 മീറ്ററിൻ്റെ ഫിനിഷിംഗ് ഭാഗങ്ങളെല്ലാം സിന്തറ്റിക് പോയ ഒരു അവസ്ഥയിലാണ്.
അപ്പം അവിടെ സിമെൻറ്റ് തെളിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മുനിസിപ്പാലിറ്റി അതിനുള്ള മറ്റേ ഫണ്ടൊക്കെ അനുവദിച്ച് കിട്ടിയതാണെങ്കിൽ പോലും പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല. പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ് തുടങ്ങാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇപ്പം കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ ഉടൻ പണി നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കായിക താരങ്ങളെല്ലാം അതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നിലവിൽ ട്രാക്കിലെ തകർന്ന സിന്തറ്റിക് നീക്കം ചെയ്യും, പുതിയവ സ്ഥാപിക്കുകയും ചെയ്യും. അടങ്കൽ കണക്കാക്കുമ്പോൾ ജമ്പിംഗ്, ത്രോ ഇനങ്ങൾ നടക്കുന്നിടം തുടങ്ങിയ ഭാഗങ്ങളിലെ സിന്തറ്റിക് കണക്കിലെടുത്തിരുന്നില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ഭാഗങ്ങളും നവീകരിക്കുന്നത് പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, പാല. ശുചിത്വ വാരത്തോടനുബന്ധിച്ച് പാല സെന്റ് തോമസ് കോളേജിലെ NSS വോളണ്ടിയേഴ്സ് പാല KSRTC ബസ് സ്റ്റാൻഡ് പരിസരവും ബസ്സുകളും ജീവനക്കാർക്കൊപ്പം വൃത്തിയാക്കി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പേപ്പർ വേസ്റ്റുകളും തരംതിരിച്ച് ശേഖരിക്കുകയും ബസ്സുകൾ തുടച്ച് വൃത്തിയാക്കുകയും ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പ്രിൻസി ഫിലിപ്പ് നേതൃത്വം നൽകി. CPM എലിക്കുളം ലോക്കൽ കമ്മിറ്റി അംഗവും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പനമറ്റം മാടത്താനിൽ പ്രൊഫസർ MK രാധാകൃഷ്ണൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ച് വരികയായിരുന്നു. വടക്കാഞ്ചേരി ശ്രീ വ്യാസ NSS കോളേജ് പ്രിൻസിപ്പലായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവാർപ്പ് പഞ്ചായത്ത് അംബേദ്കർ കോളനിയിലേക്കുള്ള റോഡ് കുത്തിപ്പൊളിച്ചിട്ട് അരവർഷത്തിലധികം. റോഡിൽ മണ്ണിറക്കി മൺകൂനകൾ തീർത്തിരിക്കുന്നു. 30 കുടുംബങ്ങൾക്ക് വഴിയില്ല. പാറ പോലെ അധികൃതർ. കോട്ടയത്ത് MC റോഡിൽ ലോറിക്ക് പിന്നിൽ പിക്കപ്പ് വാനിടിച്ച് അപകടം. കോഴിക്കോട് സ്വദേശി ആസാദ് മരിച്ചു. അപകടം ഇന്ന് പുലർച്ചെ. കുതിച്ചു പാഞ്ഞ സ്വർണ്ണവില. ഇന്ന് പവന് 90,320 രൂപ. ഒരു പവൻ കയ്യിൽ കിട്ടാൻ 1 ലക്ഷം രൂപ. വാഹനങ്ങളുടെ റീടെസ്റ്റ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധം. കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ച്. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ജീവനക്കാരുടെ മാർച്ചിൽ അണിനിരന്നത് ആയിരങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.